ഹായ് ഫ്രണ്ട്സ്, PSC മൈൻഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSCയുടെ പ്രധാന ടോപ്പിക്ക് ആയ മത്സ്യബന്ധനത്തെക്കുറിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം. 2. രാജ്യത്തെ മത്സ്യ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 590 കിലോമീറ്റർ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ 5. പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട്, കോട്ടയം. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല വയനാട്. ഉൾനാടൻ മത്സ്യ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലകൾ ആലപ്പുഴ, കോട്ടയം. സംസ്ഥാനത്തെ മൊത്തം മത്സ്യം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല കൊല്ലം. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപെക്സ് ഫെഡറേഷൻ മത്സ്യഫെഡ്. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രിഫിഷ്. മത്സ്യഫെഡ് രൂപീകൃതമായ വർഷം 1984. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം 1980. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988. കേരള ഫിഷറീസ് കോർപ്പറേഷൻ ആസ്ഥാനം എറണാകുളം. കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച വർഷം 1956. കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം വികാസ് ഭവൻ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് അരൂർ. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. ഇന്ത്യയിൽ നിന്നും ഏറ്റുമതിയും കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാരം മത്സ്യം മിസ് കേരള. ഉപജീവനത്തിനായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിനും കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുമായ മത്സ്യത്തൊഴിലാളികളാണ് സജീവ മത്സ്യത്തൊഴിലാളികൾ. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അനുബന്ധ മത്സ്യബന്ധന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ. കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മത്സ്യം ഗപ്പി. സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസനങ്ങൾക്ക് നടപ്പിലാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനം കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. സംസ്ഥാനത്തെ വനിതാ മത്സ്യത്തൊഴിലാളികളുടെ ശാക്തീകരണത്തിനും വികസനം സാധ്യമാക്കുന്നതിനും വേണ്ടി സ്ഥാപിതമായ ഏജൻസി സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ. പദ്ധതികൾ മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസന ലക്ഷ്യമാക്കി സർവീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാ മത്സ്യഗ്രാമം. കടലിന്റെ അടിത്തട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശുചിത്വ സാഗരം. മീൻപിടുത്തത്തിന് ഇടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. തീരപ്രദേശങ്ങളിൽ സാക്ഷരതാ നിലവാരം ഉയർത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി അക്ഷരസാഗരം. കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി തീരമൈത്രി. കർഷക പങ്കാളിത്തത്തോടെ കേരളത്തിലെ ജലകൃഷിക്ക് അനുയോജ്യമായ ഉൾനാടൻ ജലാശയങ്ങളിൽ ജലകൃഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മത്സ്യകേരളം. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതി ഒരു നെല്ലും ഒരു മീനും. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനായി മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതി അന്തിപച്ച. കേരളത്തിലെ വിപണനങ്ങളിൽ ലഭ്യമായ മത്സ്യങ്ങളിലെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ സാഗർ റാണി.
ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷിയുടെ വ്യാപനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതി. മുറ്റത്തൊരു മീൻതോട്ടം. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുതേ.